ഹലോ കൂട്ടുകാരെ, ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച നമ്മൾ കാണാൻ പോണത് നമ്മുടെ ബാലചന്ദ്രൻ്റെ കാറിൻ്റെ കീ എവിടെ വെച്ചെന്ന് മറന്നു. അപ്പോൾ അവൻ വേഗം വൈജയുടെ ബാഗിൻ്റെ ഉള്ളിൽ തപ്പുന്നുണ്ട്. വൈജയുടെ ബാഗിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊട്ടണ സമയത്ത് അതിനുള്ളിൽ നിന്ന് ഒരുപാട് പൈസ വീഴുന്നുണ്ട്. ആ സമയത്ത് തന്നെ മോതിരം വീഴുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ആകെ സംശയമായി, ഇതെങ്ങനെ ഇപ്പോൾ ഇവളുടെ ബാഗിൽ മോതിരം കിട്ടിയതെന്ന്. എന്നിട്ട് അവൾ വൈജയോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഇപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് മോതിരം കിട്ടണത്, നീയല്ലേ പറഞ്ഞത് അലീന എടുത്തു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൾ ആകെ ഞെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അവൾക്ക് ഒരു സംഭവം അറിയില്ല. പക്ഷെ അവളെ കയ്യിൽ നിന്ന് അത് ഊരിപ്പോയി ബാഗിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. പക്ഷെ ആകെ ബാലചന്ദ്രന് ദേഷ്യം വന്നു. ഇതിന് നീ ഇന്നലെ എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കി, നീ ഇന്നലെ അവളെ എന്തൊക്കെ പറഞ്ഞു, അവളെ നീ എത്രമാത്രം നാണം കെടുത്തി, അവളെ നീ എത്രമാത്രം തരം താഴ്ത്തി എന്ന് പറയുന്നുണ്ട്. അതിനെന്നിട്ട് എന്താ, അവൾക്ക് ഒരു കൂസലും ഇല്ലാതല്ലേ അവൾ നിന്നിരുന്നു. അവളൊന്നും ചെയ്തിട്ടില്ല. അതാണ് അവളുടെ അന്തസ്ത്, അവളുടെ അഭിമാനം. അവൾ ഒരിക്കലും അവളങ്ങനെ തരം താഴ്ത്തി പ്രവർത്തിച്ചില്ല. ഞാൻ അപ്പോഴെന്നെ പറഞ്ഞില്ല അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. പക്ഷെ നിനക്കായിരുന്നു അങ്ങനത്തെ പ്രശ്നം മുതൽ ഞാൻ ചെന്ന് ചോദിക്കാഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയൻ ഒരുപാട് പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിയുടെ റൂമിൽ വെച്ചിട്ട് ചെന്നിട്ട് പിന്നെ അലീന ഒരുപാട് വൈജ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് എന്തായാലും ബാലചന്ദ്രൻ ഇതൊന്നും സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അലീനോട് പറയുന്നുണ്ട്, അലീന നീ എന്നോട് ക്ഷമിക്കട്ടോ മോളെ, ഞങ്ങളോട് ക്ഷമിക്കും, ഞങ്ങൾ അറിയാതെ പറഞ്ഞതേ, അത് കുഴപ്പമില്ല, നിങ്ങളുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ പറയൂ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, ഞാനത് അപ്ലൈ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അലീന. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു ബാംഗ്ലൂർ പോയി യാത്ര പറയാൻ വരുന്നുണ്ട്. ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് യാത്ര ചോദിക്കാൻ അലീനോട് വരുന്നുണ്ട്. എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ അലീനോട് പറയുന്നുണ്ട്, അലീനോട് ഓരോരോ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അലീനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എൻ്റെ മനസ്സ് കുറേ റിലീഫ് കിട്ടിയില്ലേ ചോദിക്കുന്നുണ്ട്. എന്ന് പറയുന്നുണ്ട്. എന്തായാലും മനു പറയുന്നുണ്ട്, ഞാൻ പോട്ടെട്ടോ, ഇറങ്ങട്ടെ, ഇനി ഞാൻ വരണോ വരണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ വരണമെന്നും വരണ്ടെന്ന് പറയാൻ ഞാൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്ങനെയല്ല എന്നാലും നീ പറയുക പറയുന്നുണ്ട്. അവൾ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മനു അവൾക്ക് ഒരു പുതിയ ഫോൺ സമ്മാനമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവനക്ക് പുതിയ സിമ്മൊക്കെ ഇട്ട് കൊടുക്കിട്ട് എന്നിട്ട് വിളിക്കാൻ പറയുന്നുണ്ട്. ഞാൻ ചെന്നിട്ട് വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടോ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് മടി കൂടാതെ എന്നെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ തമ്മിൽ നന്നായിട്ട് അടുക്കാൻ തുടങ്ങുന്നുണ്ട്. മനുവും അലീനയും തമ്മിൽ നന്നായി അടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. മനു യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാമച്ചൻ്റെയും ഗ്രേസി മടത്തേക്കൊക്കെ വരുന്നുണ്ട്. അവളെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. കാരണം അവളുടെ ഡ്രസ്സും ഭംഗിയൊക്കെ കാണുമ്പോൾ അവൾ അനാഥ കുട്ടിയാണെന്നൊന്നും തോന്നില്ല. അവൾക്ക് എന്തായാലും ആ കുട്ടിയെ ദത്തെടുക്കാനാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം മാമച്ചനും ഗ്രേസിയമ്മ ഇനി രേവതി കുട്ടിയെ ദത്തെടുക്കുമെന്നൊക്കെ അറിയാം. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.